നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു കാര്യം ചോദിച്ചാൽ സത്യം മാത്രം പറയുക. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിൽക്കും, എല്ലാവരെയും മനസ്സിലാക്കും, ആര് സഹായം ചോദിച്ചാലും ഓടിപ്പോകും. പക്ഷേ അവസാനം നിങ്ങളെ തന്നെയാണ് ആളുകൾ ലഘുവായി കാണുന്നത്. നിങ്ങളുടെ നല്ല മനസ്സ് പോലും ചിലർ ഉപയോഗിക്കും. നിങ്ങളുടെ സാന്നിധ്യത്തിന് വില കുറഞ്ഞു പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഈ ലോകം ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കൂ: നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നത്. സ്വയം വില കൊടുക്കാത്തവനെ ലോകം ഒരിക്കലും വില മതിക്കില്ല. പക്ഷേ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ആളുകളുടെ പെരുമാറ്റവും മാറും. ചാണക്യൻ പറഞ്ഞ ഒരു ശക്തമായ സത്യമുണ്ട്: സ്വയം ബഹുമാനിക്കാത്തവനെ ലോകം ബഹുമാനിക്കില്ല. ഒന്നുകൂടി പറയട്ടെ: സ്വയം ബഹുമാനിക്കാത്തവനെ ലോകം ബഹുമാനിക്കില്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും ലഘുവായി കാണരുത്, ആരും ധൈര്യപ്പെടാത്ത ചില ശക്തമായ ശീലങ്ങളെക്കുറിച്ചാണ്. ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ വാക്കുകൾക്ക് ഭാരമുണ്ടാക്കും. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഒരു വലിയ വാല്യൂ ആയി മാറും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആകാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പായിട്ട് തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടാതെ നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും എനിക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചില ആളുകളെ കണ്ടിട്ടുണ്ടോ? അവർ അധികം സംസാരിക്കാറില്ല, ആരെയും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാറുമില്ല. പക്ഷേ അവർ ഒരു റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ആളുകൾ അവരെ വളരെയധികം ശ്രദ്ധിക്കും. അവരുടെ വാക്കുകൾക്ക് ഒരു വലിയ ഭാരമുണ്ടാകും. അവരുടെ സാന്നിധ്യം തന്നെ വലിയൊരു വില ഉണ്ടാക്കും. അപ്പോൾ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ചില ആളുകൾ ലോകം സ്വാഭാവികമായി ബഹുമാനിക്കുന്നത്? അവർക്ക് എന്താണ് ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഉള്ളത്? അതെന്താണെന്നറിയാമോ? അത് പണമൊന്നുമല്ല, സൗന്ദര്യവുമല്ല, പവറോ പ്രശസ്തിയോ പോലെ അതൊന്നും തന്നെയല്ല. അത് അവരുടെ ആത്മാഭിമാനമാണ്. കാരണം ഈ ലോകത്ത് ഒരു നിയമമുണ്ട്: സ്വയം വില കൊടുക്കാൻ പഠിക്കാത്തവനെ ലോകം ഒരിക്കലും വിലമതിക്കില്ല. സ്വയം വില കൊടുക്കാത്തവനെ ലോകം ഒരിക്കലും വിലമതിക്കില്ല. ചാണക്യൻ പറഞ്ഞ ഒരു ശക്തമായ സത്യമാണ്: സ്വയം ബഹുമാനിക്കാത്തവനെ ലോകം ഒരിക്കലും ബഹുമാനിക്കില്ല. ഈ വാക്കുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്: സ്വയം ബഹുമാനിക്കാത്തവനെ ലോകം ബഹുമാനിക്കില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ലളിതമാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു ജീവിത പാഠം ഒളിഞ്ഞിരിക്കുന്നു. കാരണം നമ്മളെ തന്നെ നിസ്സാരമായി കാണുന്ന നിമിഷം മുതൽ ലോകവും നമ്മളെ നിസ്സാരമായി കാണാൻ തുടങ്ങും. ആദ്യത്തെ പോയിന്റ് പറയട്ടെ: എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. നമ്മളിൽ പലർക്കും ഒരു ശീലമുണ്ട്: ആര് എന്ത് പറഞ്ഞാലും മെസ്സ് പറയുക, ആര് സഹായം ചോദിച്ചാലും ഉടനെ ഓടിപ്പോയി ചെയ്യുക, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പോലും വിട്ടുകൊടുത്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ ആളുകൾ നിങ്ങളെ നല്ലവനായി പറയും. പക്ഷേ പതുക്കെ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവർ നിങ്ങളെ ബഹുമാനിക്കുന്നത് നിർത്തും. കാരണം എപ്പോഴും ലഭിക്കുന്ന ഒരാളുടെ വില പതുക്കെ കുറഞ്ഞു പോകും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സുഹൃത്ത് രാത്രി 2 മണിക്ക് വിളിക്കുന്നു: വാ പുറത്തു പോകാം. നിങ്ങൾ പോകുന്നു. അടുത്ത തവണയും പോകുന്നു, വീണ്ടും പോകുന്നു. അവൻ എന്ത് ചിന്തിക്കും? ഇവൻ നല്ല സുഹൃത്ത് ആണോ എന്നല്ല, അവന് വേറെ പണിയൊന്നും ഇല്ലേ എന്നാണ് ചിന്തിക്കുന്നത്. എവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്? നിങ്ങളുടെ നല്ല മനസ്സ് നിങ്ങളുടെ ദൗർബല്യമായി മാറും. ഓർക്കുക, നല്ലവനാകുന്നത് തെറ്റല്ല, പക്ഷേ സ്വയം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നല്ലവനാകുന്നത് അപകടകരമാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിർത്തുക. രണ്ടാമത്തെ പോയിന്റ്: നോ പറയാൻ പഠിക്കുക. ആത്മാഭിമാനത്തിൻ്റെ ആദ്യ ലക്ഷണം എന്താണെന്നറിയാമോ? ആവശ്യമാകുമ്പോൾ നോ പറയാനുള്ള ധൈര്യം. പലർക്കും നോ പറയാൻ ഭയമാണ്. ആളുകൾ പിണങ്ങുമോ, എന്നെ മോശമായി കരുതുമോ, എനിക്ക് അഹങ്കാരമുണ്ട് എന്ന് വിചാരിക്കുമോ? ഈ ഭയങ്ങൾ കാരണം ആളുകൾ സ്വയം സമാധാനം പോലും നഷ്ടപ്പെടുത്തുന്നു.
പക്ഷേ സത്യം എന്താണെന്നറിയാമോ? നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാത്ത പക്ഷം മറ്റാരും നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നോ പറയാൻ പഠിക്കണം. പക്ഷേ ദേഷ്യത്തോടെയല്ല, ശാന്തമായി ആത്മവിശ്വാസത്തോടെ പറയുക. സോറി, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഇത്തവണ എനിക്ക് വരാൻ പറ്റില്ല. അവിടെ തീർന്നു. വിവരണത്തിൻ്റെ ഒരാവശ്യവുമില്ല, വഴക്കം വേണ്ട. കാരണം ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് തൻ്റെ നോ എന്ന് പറയേണ്ട ആവശ്യത്തിന് പറയുക. ഓർക്കുക, ഒരു വ്യക്തിയുടെ വില അവൻ എത്ര യെസ് പറയുന്നു എന്നതിലല്ല, അവൻ എപ്പോൾ നോ പറയുന്നു എന്നതിലാണ്. ഒന്നാമത്തെ പോയിന്റ്, ബൗണ്ടറീസ് വയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും അതിരുകൾ വേണം. ബന്ധമായാലും സുഹൃത്തുക്കളായാലും കുടുംബ ബന്ധമായാലും പ്രണയമായാലും ജോലിയായാലും ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം. നിങ്ങളുടെ ഒരു ലിമിറ്റ് നിശ്ചയിക്കാത്ത പക്ഷം ആളുകൾ അത് കൈകാര്യം ചെയ്യും. പലരും കാണുന്നത് ബൗണ്ടറീസ് വെക്കുന്നത് അഹങ്കാരമാണെന്ന്. പക്ഷേ സത്യം അതൊന്നുമല്ല. ബൗണ്ടറീസ് എന്നത് ഞാൻ പ്രധാനപ്പെട്ടവനാണ് എന്ന് പറയുന്നതാണ്. ഉദാഹരണത്തിന്, ഒരു ഓഫീസിൽ 2 പേർ ജോലി ചെയ്യുന്നു എന്ന് കരുതുക. ആദ്യത്തെ ആൾ എന്ത് പറഞ്ഞാലും യെസ്, ഓവർ ടൈം ചെയ്യുന്നു, ഹോളിഡേയ്സിൽ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നു, എക്സ്ട്രാ വർക്ക് ചെയ്യുന്നു. ആ വ്യക്തി എപ്പോഴും അവൈലബിൾ ആണ്. എന്നാൽ രണ്ടാമത്തെ ആൾ തൻ്റെ ജോലി വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നു, അത് വളരെ നന്നായിട്ട് ചെയ്യുന്നു. അവൻ്റെ ഒരു ബൗണ്ടറീസ് കീപ്പ് കെറ്റ് ചെയ്യുന്നു. 6 മണിക്ക് ശേഷം ഞാൻ ഓവർ ടൈം ചെയ്യാറില്ല, ഹോളിഡേയ്സിന് ഞാൻ കോളുകൾ എടുക്കാറില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആരെയാണ് ആളുകൾ സീരിയസ് ആയി എടുക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആദ്യത്തെ ആളെ ആയിരിക്കുമോ അതോ രണ്ടാമത്തെ ആളെ ആയിരിക്കുമോ? തീർച്ചയായും അത് രണ്ടാമത്തെ ആളായിരിക്കും. കാരണം അവൻ തുടക്കം മുതലേ സ്വയം വാല്യൂ അവൻ ഡിസൈൻ ചെയ്തിരുന്നു. ആദ്യത്തെ ആൾ എപ്പോഴും സന്തോഷിപ്പിച്ചു, പക്ഷെ അവസാനം അവനൊരു എക്സ്ട്രാ ഓവർ ടൈം വർക്കിംഗ് പാർട്ട്ണറായി മാത്രം മാറി. അതുകൊണ്ട് നിങ്ങളുടെ ബൗണ്ടറീസ് എപ്പോഴും സെറ്റ് ചെയ്യേണ്ടതാണ്. 4ാമത്തെ പോയിന്റ്, എപ്പോഴും സ്വയം കുറ്റപ്പെടുത്തരുത്. ചില ആളുകൾക്കൊരു ശീലമുണ്ട്, എന്ത് തെറ്റ് സംഭവിച്ചാലും എൻ്റെ തെറ്റാണ്, അത് എൻ്റെ മിസ്റ്റേക്കാണ്, ഐ ആം സോറി എന്ന് എപ്പോഴും പറയും. എല്ലാവർക്കും മുന്നിൽ സ്വയം താഴ്ത്തി സംസാരിക്കരുത്. എനിക്കതിന് അത്രയും കഴിവില്ല, ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല, എനിക്കൊന്നും വരില്ല. സുഹൃത്തുക്കളെ, നിങ്ങളെപ്പറ്റി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. കാരണം അത് കേൾക്കുന്നത് ലോകം മാത്രമല്ല, നിങ്ങളുടെ മനസ്സും കൂടിയാണ്. ദിവസവും നിങ്ങൾ ദുർബലമാണെന്ന് വിചാരിച്ചാൽ ഒരു ദിവസം നിങ്ങളുടെ മനസ്സ് അതിനെ സത്യമാക്കി മാറ്റും. അതുകൊണ്ട് സ്വയം താഴ്ത്തി സംസാരിക്കുന്നത് നിർത്തുക. അഹങ്കാരം വേണ്ട, പക്ഷേ ആത്മവിശ്വാസം വേണം. ശാന്തമായി മനസ്സിനെ പറയുക, അതെ എനിക്ക് കഴിയും, എന്നെക്കൊണ്ടിത് പറ്റും, എനിക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന കോൺഫിഡൻസ്, അതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. നിങ്ങളെ തന്നെ സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാനമായും വേണ്ടത്. 5ാമത്തെ പോയിന്റ്, ചിലപ്പോൾ അകന്നു നിൽക്കാനും പഠിക്കുക. എല്ലാ ബന്ധങ്ങളും നിലനിർത്തേണ്ടതില്ല. ചില ബന്ധങ്ങൾ നിങ്ങളെ വളർത്തും, ചിലത് പതുക്കെ നിങ്ങളെ തകർക്കും. പക്ഷേ പലരും ഭയന്ന് ടോക്സിക്കായ ബന്ധങ്ങളിൽ തുടരുന്നു. അവർ ഇല്ലാതെ ഞാൻ ഒറ്റപ്പെടുമോ, അവർ ഇല്ലാതെ എനിക്ക് പറ്റുമോ എന്ന ചിന്തയാണ്. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? തെറ്റായ ആളുകൾക്കൊപ്പം ജീവിക്കുന്ന ഏകാന്തത ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഏകാന്തതയേക്കാൾ അപകടകരമാണ്. ഒന്നും കൂടെ ഓർക്കുക, തെറ്റായ ആളുകൾക്കൊപ്പം നിങ്ങൾ ജീവിക്കുന്ന ഏകാന്തതയും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഏകാന്തതയേക്കാൾ അപകടകരമാണ്. അതുകൊണ്ട് ചിലപ്പോൾ അകന്നു നിൽക്കുന്നതും ശക്തിയാണ്. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കാത്തവർ നിങ്ങളുടെ സ്നേഹത്തിന് അർഹരല്ല എന്ന് ഓർക്കുക. അവസാനത്തെ പോയിന്റ്, അതെ 6ാമത്തെ പോയിന്റ്, സ്വയം അഭിനന്ദിക്കാൻ പഠിക്കുക. നിങ്ങൾ എത്ര തവണ സ്വയം അഭിനന്ദിച്ചിട്ടുണ്ട്? ചെറിയ വിജയങ്ങൾക്ക് പോലും നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അഭിമാനത്തിൻ്റെ തുടക്കം സ്വയം വളർച്ചയാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങളെ തന്നെയാണ് അഭിനന്ദിക്കേണ്ടത്, അത് മറ്റുള്ളവരിൽ നിന്നും വാങ്ങേണ്ടതൊന്നല്ല. നിങ്ങളെ ഇന്നലേക്കാളും മെച്ചപ്പെട്ടവളാണോ എന്ന്, അതാണ് പ്രധാനപ്പെട്ടത്.
ചെറിയ കാര്യങ്ങൾ പോലും സെലിബ്രേറ്റ് ചെയ്യുക. ഒരു നല്ല തീരുമാനം എടുത്തോ, സ്വയം അഭിമാനിക്കൂ. ഒരു മോശശീലം നിർത്തിയോ, സ്വയം അഭിമാനിക്കൂ. അല്ലെങ്കിൽ സ്വയം അഭിനന്ദിക്കുക. കാരണം നിങ്ങളെ വിലമതിക്കാത്ത പക്ഷം മറ്റാരും അത് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ വളർച്ചയ്ക്ക് പോലും നിങ്ങൾ സ്വയം അഭിനന്ദിക്കണം. അതാണ് വേണ്ടത്. സുഹൃത്തുക്കളെ, ആത്മാഭിമാനം എന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡല്ല, അത് നിങ്ങളുടെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചുറ്റും പണിയുന്ന ഒരു മതിലാണ്. നിങ്ങളെ വിലമതിക്കുന്ന നിമിഷം മുതൽ ലോകവും നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുക. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത്. സ്വയം ബഹുമാനിക്കുന്ന ഒരു ജീവിതം ജീവിക്കുക. കാരണം ഈ വഴി എളുപ്പമല്ല, പക്ഷേ ഈ വഴിയിലൂടെ നടക്കുവാൻ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗവും വേണ്ട. ഒരു ദിവസം ആൾക്കൂട്ടം അവനെ നോക്കി നിൽക്കും. അതെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ള ശക്തമായ വീഡിയോകൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളിൽ ഇതിൽ ഏത് പോയിൻ്റാണ് ഇഷ്ടപ്പെട്ടത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.